ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിലപാടുകളുടെ രാജകുമാരനല്ല, അവസരവാദങ്ങളുടെ ആൾരൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം എന്നായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞത്. യാതൊരു വിലക്കും ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയായപ്പോൾ നിലപാടും മാറി, സ്വരവും മാറി. 3 നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ED റെയ്ഡ് സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതാവട്ടെ, അതിനിടയിൽ 13 തവണ അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പ്രതികരിക്കാതെ വിവിധ രീതിയിലുള്ള ശരീരഭാഷയിലൂടെ നീരസം പ്രകടിപ്പിക്കുകയായിരുന്നു. അത് കണ്ടാൽ കൊടിയേറ്റ സിനിമയിലെ ഗോപിയെ പോലെയാണ്. ഇതെല്ലാം കേരളീയ സമൂഹം കാണുന്നുണ്ട് എന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണ്ടേ. അപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മറ്റൊരു നിലപാട്. കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ ചട്ടുകമാക്കി മാറ്റിക്കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്നത് സംബന്ധിച്ച പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ നടപടികൾ വന്നപ്പോഴാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്, BJP സർക്കാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ സതീശൻ്റെ നിലപാടങ്ങ് മാറി. ഇക്കഴിഞ്ഞ EDയുടെ പിണറായിയുടെ വീട്ടിലും റിയാസിൻ്റെ വീട്ടിലും റെയ്ഡ് നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം 3 നാൾ കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസി അവരുടെ നടപടികളിന്മേൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ അതായിരുന്നില്ല അദ്ദേഹം നേരത്തെ നടത്തിയ, പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന സമയത്ത് നടത്തിയ പ്രതികരണം. മാത്രമല്ല, 2022 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ED വിളിപ്പിച്ചത്. അന്ന് രാജ്യവ്യാപകമായ കലാപമായിരുന്നു കോൺഗ്രസ്സുകാർ സംഘടിപ്പിച്ചത്. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോഹട്ടി, ഡൽഹി, കേരളം അടക്കം. ബാംഗ്ലൂരിൽ വാഹനങ്ങൾ കത്തിച്ചു. ഹൈദരാബാദിൽ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ തകർത്തു. ഡൽഹിയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിപ്പിച്ചു. ഡൽഹിയിൽ തന്നെ ശിവഗിരി ബ്രിഡ്ജ് അതടക്കമുള്ള പ്രധാന നഗരങ്ങളിലും ഗതാഗതം സ്തംഭിപ്പിച്ചു. കേരളത്തിലും മറ്റിടങ്ങളിലും തീവണ്ടികൾ തടഞ്ഞു.